ആപ്രകളുടെ ഇരട്ടത്താപ്പിന് മറ്റൊരു ഉദാഹരണം കൂടി കാണൂ. അങ്ങ് കേന്ദ്രത്തിൽ നടന്നാൽ ഇങ്ങനെ തോറ്റോടിയോ എന്നാണ് ചോദ്യം. മധു, തോൽപ്പിച്ചു എന്നതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. കാൽക്കീഴിൽ പെട്ടാൽ ചതഞ്ഞരഞ്ഞു പോകും എന്നു കരുതിയ പാറ്റകൾ, ഏറ്റവും നിസാരെന്ന് അധികാരം വിചാരിച്ച പാറ്റകൾ, ഒരു വലിയ രാഷ്ട്രീയ രൂപം, ഒന്നിച്ചു ചേർന്നൊരു വലിയ രാഷ്ട്രീയ രൂപമാകുന്നതും ദാവീദുമാരെ പോലെ ചെറിയ കവണക്കല്ലുകൾ കൊണ്ട്, അത് സമരത്തിൽ ഉപയോഗിച്ചു എന്നല്ല കേട്ടോ പറയുന്നത്, ഒരു വലിയ പ്രസ്ഥാനത്തെ തോൽപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞ ദിവസമാണ് ഇത്. ഈ കാലം അത്രയും കഴിഞ്ഞ 2014 മുതൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുതൽ ഇങ്ങോട്ട് രാജ്യത്തെ സമൂഹ മാധ്യമങ്ങളുടെ മുഴുവൻ അൽഗോരിതവും സെറ്റ് ചെയ്ത, എങ്ങനെയാണ് ജനം ചിന്തിക്കേണ്ടത് എന്ന ക്യാപ്സ്യൂളുകളുടെ തലച്ചോറിനുള്ളിലേക്ക് കുത്തിക്കയറ്റിയിരിക്കുന്ന ഒരു ഡിജിറ്റൽ പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നു. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് CJP ഈ നാട്ടിലെ ജെൻസിയും ഈ സമരത്തിന് മൂർച്ചയുള്ളതാക്കിയത്. എവിടെയും കാണാൻ കഴിയുന്നത്, നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ കാണാൻ കഴിയുന്നത് മുഴുവനും അവരുടെ ചോദ്യങ്ങളായിരുന്നു, അവരുടെ മുദ്രാവാക്യങ്ങളായിരുന്നു, അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു. അത് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. മറ്റൊന്ന് അവരുടെ അണയാത്ത സമരവീര്യമായിരുന്നു. അതിന് മുന്നിൽ മുട്ടുമടക്കുകയല്ലാതെ, നമ്മുടെ ചോദ്യം പോലെ ഓടിപ്പോവുകയല്ലാതെ മറ്റു നിവൃത്തിയുണ്ടായിരുന്നില്ല കേന്ദ്രത്തിന് എന്നതാണ് എന്റെ പക്ഷം. ഇവിടെ നടന്നാൽ ഇങ്ങനെ അത് തിരുത്തി എന്നത് പ്രധാനമാണ്. നമുക്കൊരു തെറ്റുപറ്റി എന്ന് തോന്നിയാൽ അത് തിരുത്തണം. ആ തിരുത്തുമ്പോൾ തോറ്റുപോകില്ല. തിരുത്തുമ്പോൾ തോറ്റുപോകും എന്ന് നമ്മൾ ആവർത്തിച്ച് രാഷ്ട്രീയക്കാരോട് പറയുമ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? അവരത് തിരുത്താൻ മടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മടി നമ്മൾ നിർമ്മിച്ചു കൊടുക്കരുത്. ഒരു തെറ്റുപറ്റി എന്ന് തോന്നിയാൽ, വിമർശനങ്ങൾ ഉണ്ടായാൽ, സണ്ണി ജോസഫ് ആദ്യഘട്ടത്തിൽ ആ നിലപാടെടുത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എത്ര ഡാമേജ് ഉണ്ടായെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അത് തിരുത്താൻ തയ്യാറായാൽ ആരും തോറ്റുപോകില്ല എന്നുകൂടി അത് പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തെങ്കിലും തിരുത്ത് വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയാൽ, അങ്ങനെയല്ല, അങ്ങ് ചെയ്തതാണ് അതിൻ്റെ ശരി എന്ന നിലയ്ക്കൊരു പരിവേഷം ചമച്ചു കൊടുക്കലുണ്ട്. അതുകൊണ്ട് അവർക്ക് പോലും ഇതാണ് എൻ്റെ അണികളുടെ വികാരം എന്നുള്ളത് കൊണ്ട് അത് തിരുത്താൻ കഴിയാത്തൊരു മാനസിക നിലയിൽ വന്നുപെടും. അങ്ങനെയല്ല, തിരുത്തേണ്ടത് ഏതു കാലത്താണെങ്കിലും തിരുത്തി തന്നെ പോകണം എന്നത് പ്രധാനമാണ്.